CPM നേതാവ് HP ജയരാജന്റെ ആത്മകഥാ പ്രകാശനം നാളെയാണ്. ഇതാണ് എന്റെ ജീവിതം എന്ന പുസ്തകം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. HP ജയരാജൻ തത്സമയം മീഡിയ വണ്ടപ്പം ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീ HP ജയരാജൻ. നമസ്കാരം. ഇതിപ്പോൾ നാളെ പുസ്തകം പ്രകാശനം ചെയ്യാനിരിക്കുകയാണ്. ഇതാണ് എന്റെ ജീവിതത്തിൽ എന്താണ് വായനക്കാർ പ്രതീക്ഷിക്കേണ്ടത്? വായനക്കാർക്ക് തീർച്ചയായും കുറേ രാഷ്ട്രീയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതോടൊപ്പം എൻ്റെ രാഷ്ട്രീയ ജീവിതം മനസ്സിലാക്കാനും നമ്മുടെ കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ നല്ലൊരു ഭാഗം രാഷ്ട്രീയ സംഭവങ്ങളെ നിരീക്ഷിക്കാനും കഴിയുന്ന ഒരു പുസ്തകമായിരിക്കും അത്. ഇതിപ്പോൾ സാധാരണ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ആത്മകഥ ഇറങ്ങിയതിന് ശേഷമാണ് അത് ഏറെ ചർച്ച ചെയ്യപ്പെടാറ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ പൊങ്ങി വരാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിൽ വ്യത്യസ്തമാണ്. ഇങ്ങനെയൊരു ആത്മകഥ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ എഴുതാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ വിവാദങ്ങളും അതിനോടൊപ്പം തന്നെ ഉയർന്നു വന്നതാണല്ലോ. അതെ, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ എഴുതാത്ത പുസ്തകം ഇവിടെ DC ബുക്സുകാർ തീയതി നിശ്ചയിച്ച് പ്രകാശനം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുകയും എഴുതാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട്, കേരളത്തിൻ്റെ ഈ രംഗത്തുണ്ട്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് ഈ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിൽ ആദ്യം തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഒരു വാർത്ത വരുന്നത്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം, ഞാനതിൻ്റെ പകുതി ഭാഗം പോലും എഴുതി തീർത്തിട്ടില്ല. ആ പുസ്തകത്തിൽ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നു, പാലക്കാട് LDFൻ്റെ സ്ഥാനാർത്ഥിയെ വിമർശിക്കുന്നു എന്നൊക്കെ എഴുതി കൂട്ടിച്ചേർത്തുകൊണ്ട് എൻ്റെ ആത്മകഥ നാളെ 10:30 മണിക്ക് പ്രകാശനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ്. അതിന് കൊടുത്ത ടൈറ്റിൽ തന്നെ എന്നെ പരിഹസിക്കാൻ ഇടതുപക്ഷ വിരോധികൾ, CPM വിരുദ്ധ ശക്തികൾ, വലതുപക്ഷ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം, അതിൻ്റെ തലക്കെട്ട് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ടായി ചിത്രീകരിച്ചുകൊണ്ടാണ് വാർത്ത ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നത്. ഞാൻ അതുവരെ ധരിച്ചിരുന്നത് ഈ ടൈംസ് ഓഫ് ഇന്ത്യയെ പോലുള്ള പത്രം ഒരു നിലവാരമുള്ള പത്രമായിരിക്കുമെന്നാണ്. പക്ഷേ നിലവാര തകർച്ചയാണ് ഞാൻ കണ്ടത്. അതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു. പിറ്റേ ദിവസം ആ വാർത്ത കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചു. അന്നാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ വ്യക്തമാണ് ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ CPMനെതിരായി ഒരു അട്ടിമറി വിജയം ഉണ്ടാക്കാൻ കഴിയും, CPMനെ തോൽപ്പിക്കാൻ കഴിയും, CPMനെ അങ്ങേറ്റ കളങ്കപ്പെടുത്താൻ കഴിയും, അതുവഴി എന്നെയും പാർട്ടിക്കകത്തും പുറത്തും പൂർണ്ണമായും തകർക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി ആസൂത്രിതമായി നടത്തിയ ഒരു പദ്ധതിയായിരുന്നു അത്. ആ വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ ഈ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ DC ബുക്സുകാരെ വിളിച്ചു. ആ DC ബുക്സുകാരുടെ പ്രധാനിക്ക് തന്നെ അപ്പോൾ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. എനിക്കറിയില്ല, എന്താണ്, ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അത് സംബന്ധിച്ച് തെറ്റായി എൻ്റെ പത്രവാർത്തകൾ എന്ന് തന്നെ കൊടുത്തു. അതിനുശേഷം നിയമ നടപടികൾ ആരംഭിച്ചു. വക്കീൽ നോട്ടീസ് അയച്ചു, അതുപോലെ തന്നെ പോലീസിൽ പരാതി കൊടുത്തു. ആ കാര്യങ്ങളെല്ലാം തുടർന്ന് വന്നപ്പോൾ അവർ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ കേരള ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയി DC ബുക്സുകാർ. അവിടെ പോയപ്പോൾ DC ബുക്സ് മുൻകൂർ ജാമ്യത്തിന് ചെന്നപ്പോൾ കോടതി തന്നെ ചോദിച്ചു, എഴുതാത്തൊരു പുസ്തകം ആ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് പോലും അറിയാതെ എങ്ങനെയാണ് ഇത്തരമൊരു നടപടി? കോടതി തന്നെ യഥാർത്ഥത്തിൽ അവരെ ശാസിക്കുക ചെയ്തത്. ആ കേസ് സംബന്ധിച്ച് പിന്നീട് അവർ തന്നെ വന്ന് എന്നോട് ക്ഷമാപണം നടത്തുകയും ഇത്തരമൊരു കാര്യം ആ ബുക്സ് DC ബുക്സ് പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയിൽ ഒരു ജീവനക്കാരൻ ശ്രീകുമാർ, അയാൾ ബോധപൂർവം ചെയ്താണെന്നുള്ളതിന് മേലെ അവരന്വേഷണം നടത്തി ആ ശ്രീകുമാറിനെ DC ബുക്സിൽ നിന്ന് പുറത്താക്കി എന്നാണ് അതിൻ്റെ പ്രധാനികൾ തന്നെ എന്നോട് പറഞ്ഞത്. ഇതൊരു ആസൂത്രിതമായ പദ്ധതിയായിരുന്നു. അതാണ് ആ ഘട്ടത്തിൽ കണ്ടത്. ഇത് ഇത്തരത്തിലൊട്ടനവധി ആക്രമണങ്ങൾ
ഈ രംഗത്തൊക്കെ എനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ആത്മകഥയിൽ ആ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഈ കട്ടൻ ചായയും പരിപ്പോടി അതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം ഈ വിവാദങ്ങൾ വന്ന സമയത്ത് ഇപ്പിക്ക് പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ട്, പക്ഷേ പാർട്ടി കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എഴുതുകയാണെങ്കിൽ തന്നെ അത് പാർട്ടിയുടെ കർശനമായ നിർദ്ദേശത്തിലായിരിക്കും അല്ലെങ്കിൽ നിയന്ത്രണത്തിലായിരിക്കും എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണോ ഇപ്പി? എനിക്കെതിരായി വാർത്തകൾ വന്നിട്ടുണ്ടാകും. ആ വാർത്തകളൊന്നും വസ്തുതാപരമായിട്ടുള്ളതല്ല, സത്യസന്ധമായിട്ടുള്ളതല്ല. ഞാൻ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകനാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ലോവർ പ്രൈമറി സ്കൂളിൽ നിന്ന് അപ്പർ പ്രൈമറി സ്കൂളിലേക്ക് പോയത് മുതൽ ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയവുമായും വിദ്യാർത്ഥി പ്രസ്ഥാനവുമായും പിന്നീട് യുവജന പ്രസ്ഥാനവുമായും കർഷക പ്രസ്ഥാനം, പാർട്ടി, ഈ നിലയിലെല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് പടിപടിയായി ഉയർന്നു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതമെന്ന് പറയുന്നത് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളതാണ്. പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ജീവിതം യഥാർത്ഥത്തിൽ കഴിഞ്ഞൊരു 19 വർഷക്കാലത്തിനുള്ളിൽ എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, എൻ്റെ ജീവിതം മുഴുവൻ അർപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ എല്ലാ കാലത്തും ശക്തിപ്പെടുത്താനും വളർത്തിയെടുക്കാനുമാണ് ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത്. ആ പരിശ്രമങ്ങളെല്ലാം ഈ പുസ്തക വായനയിലൂടെ കുറേ ഭാഗം മനസ്സിലാക്കാൻ കഴിയും. ഈ പുസ്തകത്തിൽ ഞാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ ഡയറി എഴുതുന്നൊരു ശീലമില്ലായിരുന്നു. അതുകൊണ്ട് അത്തരമൊരു ഡയറി കുറിപ്പുകളൊന്നും എൻ്റെ മുമ്പിലില്ല. എൻ്റെ ഓർമ്മശക്തി കൊണ്ട് ഓർമ്മകളാണ് ഈ പുസ്തകത്തിൽ എല്ലാ കാര്യങ്ങളും.